ഹായ് ഹലോ. ഈ ഒരു പൂ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും എന്നല്ലേ. അല്ല കേട്ടോ, ഇത് ബഹ്റൈനിലാണേ. ബഹ്റൈനിലൊരു വീട്ടിൽ എല്ലാ വർഷവും നടുന്നൊരു ചെടിയാണിത്, പൂവാണിത്. നമ്മൾ ശരിക്കും ഓണത്തിനൊക്കെ പൂവിടാനൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല, അതായത് കൊണ്ടുവരുന്ന പൂവുകൾ വാങ്ങാറില്ലേ, അതുപോലെ ഇവർ വീട്ടുമുറ്റത്ത് നട്ടുണ്ടാക്കുന്ന ചെടിയാണിത്. എല്ലാ വർഷവും ഇവർ നടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇച്ചിരി കുറവ് മാത്രമേ നട്ടുള്ളൂ. പക്ഷെ അത് തിങ്ങിപ്പടർന്ന് നിൽക്കുന്ന കാണുന്നില്ല. നമുക്ക് കണ്ട ശരിക്കും നമുക്കൊരു അതിശയം തോന്നും, നമ്മളിത് വീട്ടുമുറ്റത്ത് തന്നെയാണോ എന്ന്. എല്ലാ വർഷവും ഇവരിതുപോലെ പൂക്കൾ, ഈ സൈസുള്ള പൂക്കൾ നട്ട് വളർത്താറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇതുപോലൊരു വീഡിയോ എടുത്തിട്ടായിരുന്നു, അതെൻ്റെ വേറൊരു ചാനലിലായിരുന്നു. ഇതിനിവരെന്ത് വളമാണ് ഇടുന്നതെന്ന് അറിയില്ല. അത്രയും ഒരു പൂവ് പിടിച്ചാൽ തന്നെ 2 കൈ നിറയെ നിൽക്കണ ഒരു ഇതായിരിക്കും ആ പൂവിനുള്ളത്. അതിപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എന്ത് വളമാണ് ഇവർ ഇടുന്നത് എന്നുള്ളത് അറിയില്ല. വിത്ത് ശേഖരിച്ചിട്ട് ഇടുന്നതാണെന്നാണ് തോന്നണത്. ഞാനപ്പം ഇവരെ വീട്ടിൻ്റെ മുന്നിലേ കൂടി ഒരു അമ്പലത്തിലേക്ക് പോവാറുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. കണ്ടാൽ ആരും എടുത്തു പോവും അറിയാതെ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മളെ കൂടെ വന്നവരൊക്കെ. അപ്പം ഞാനൊരു വീഡിയോ അതിൻ്റെ കൂടെ എടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ അവർ 2 സൈഡും ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇത് കാണിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇച്ചിരി പോകുമ്പോൾ ഇച്ചിരി ലേറ്റായി പോയതുകൊണ്ട് എനിക്ക് ലൈറ്റിങ്സ് ഒന്നും കിട്ടിയില്ല. എന്നാലും ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വിത്ത് അവർ മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടോ അങ്ങോട്ട് ഇട്ടതായിരിക്കും. പക്ഷെ എന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. ഇവിടെ പിന്നെ പുറത്തുള്ളവരൊന്നും ചെടികളൊന്നും പൂക്കളൊന്നും പറിച്ച് നശിപ്പിക്കുകയോ കൊണ്ടുപോകുമോ അങ്ങനെയൊന്നും പേടിക്കാനില്ലാത്തതുകൊണ്ട്, എന്നാലും അവർ ഒരു എന്താ പറയുക, ഒരു വല അതിന് പുറത്തൂടെ കെട്ടിയേക്കുവാണ്. എന്തായാലും പറിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, പറിച്ച് കളയണ്ട, കുട്ടികളെല്ലാം കണ്ടാൽ പറിച്ചു പോകില്ല. വലിയവർ പിന്നെയും തൊടാതെ അതൊന്നും ആസ്വദിച്ച് പോകും. പക്ഷെ കുഞ്ഞ് കൈകളൊന്നും അനങ്ങാണ്ടിരിക്കത്തില്ല, ഏത് കൈകളും അനങ്ങാണ്ടിരിക്കത്തില്ല. ഈ പൂവൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ പറിച്ചു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.